ക്രിസ്റ്റൽ ബോൾ. സ്പെയിനിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ വളരെ സന്തുഷ്ടരായിരുന്നു. കുട്ടികൾ അവരുടെ വീടുകളിലെ പൂന്തോട്ടങ്ങളിലെ മരങ്ങളുടെ തണലിൽ കളിച്ചു. നസീർ എന്ന ആട്ടിടയൻ ആൺകുട്ടി അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം ഗ്രാമത്തിനടുത്ത് താമസിച്ചു. എല്ലാ പ്രഭാതത്തിലും മേയാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ അദ്ദേഹം തന്റെ ആടുകളുടെ കൂട്ടത്തെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം അവരോടൊപ്പം ഗ്രാമത്തിലേക്ക് മടങ്ങും. ഓരോ രാത്രിയിലും അവന്റെ മുത്തശ്ശി അവനോട് ഒരു കഥ പറയും, നക്ഷത്രങ്ങളുടെ കഥ. ഈ കഥ നസീറിനെ ശരിക്കും ആകർഷിച്ചു. ആ ദിവസങ്ങളിലൊന്നിൽ നസീർ തന്റെ കന്നുകാലികളെ നിരീക്ഷിക്കുകയും പുല്ലാങ്കുഴൽ വായിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പുഷ്പ കുറ്റിച്ചെടിയുടെ പിന്നിൽ അത്ഭുതകരമായ ഒരു വെളിച്ചം കണ്ടു. അവൻ കുറ്റിക്കാട്ടിനടുത്തെത്തിയപ്പോൾ സുതാര്യവും മനോഹരവുമായ ഒരു ക്രിസ്റ്റൽ പന്ത് കണ്ടു. ക്രിസ്റ്റൽ പന്ത് വർണ്ണാഭമായ മഴവില്ല് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. നസീർ അത് ശ്രദ്ധാപൂർവം കയ്യിലെടുത്ത് തിരിഞ്ഞു നോക്കി. അത്ഭുതത്തോടെ പെട്ടെന്ന് ക്രിസ്റ്റൽ ബോളിൽ നിന്ന് ദുർബലമായ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. അത് പറഞ്ഞു, നിന്റെ ഹൃദയം കൊതിക്കുന്ന ഒരു ആഗ്രഹം നിനക്ക് ചെയ്യാം, ഞാനത് നിറവേറ്റും. താൻ ശരിക്കും ഒരു ശബ്ദം കേട്ടുവെന്ന് നസീറിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റൽ ബോളിൽ നിന്ന് ഒരു ശബ്ദം താൻ ശരിക്കും കേട്ടുവെന്ന് ഉറപ്പാക്കിയപ്പോൾ അദ്ദേഹം വളരെ ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ആഗ്രഹം തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.